എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. അപ്പോഴൊക്കെയും ഉറച്ച പിന്തുണയുമായി കൂടെ നിന്നത് മുഹമ്മദ് ഷെറൂലായിരുന്നു. ഇരുവരുടെയും സൗഹൃദം ദൈക്ഷണിക മേഖലയിലേക്ക് വളർന്നപ്പോൾ മലബാറിലെ മുസ്ലിം ജീവിതത്തിന് ലഭിച്ച മികച്ച മാതൃകാ ജീവിതത്തിന്റെ പുസ്തകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 2 ഉത്ബോധനങ്ങൾ പ്രസിദ്ധീകൃതമായി. മുഹമ്മദ് ഷെറൂലിന്റെ മരണം പക്ഷേ കവിയെ തികച്ചും നിരായുധനാക്കി. ഷെറൂലിന്റെ ആത്മകഥ സ്നേഹനിർഭരമായ ഭാഷയിൽ എഴുതിവെച്ചാണ് ആ സങ്കടനാളുകളെ ഉബൈദ് മറികടന്നത്. സമരവഴിയിൽ തനിച്ചായിപ്പോയ ഉബൈദിന് പിന്നീട് താങ്ങും തണലുമായി നിന്നത് വർത്തകപ്രമാണിയും പൗരപ്രമുഖനുമായ പൊയക്കര അബ്ദുറഹ്മാൻ ഹാജിയായിരുന്നുവെന്ന് പഴയ സുഹൃത്തുക്കൾ അനുസ്മരിക്കുന്നു. പേക്കറിയും ഉപയോഗിച്ചാൽ ഓരോ ചങ്ങായിമാർ സ്കൂളിൽ അയാൾ ഇവിടെ എൻ്റെ പിഴയ്ക്ക് വരും വരയ്ക്കും ഹോട്ടലിൽ നിന്ന് സംസാരിക്കലുണ്ട്. പിന്നെ രാത്രി ആയാലും പിന്നെ അയാൾ വിളക്കും വെച്ചിട്ട് പുരയിൽ എഴുതുന്നുണ്ടാകും വീടിയും വലിച്ചിട്ട്. സംബന്ധക്കാരല്ല, സ്നേഹിതന്മാർ. ചിലപ്പോൾ അങ്ങോട്ട് പോകും. പക്ഷേ അയാൾ പക്കരും അയാൾ വേറെ ആളും കൂടി ഇങ്ങോട്ട് ഇവിടെ വരും. 30 വരും. ഉബൈദ് മാഷയുടെ ഈ ഒരു വലിയ സർഗാത്മക ജീവിതത്തിനിടയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത പോയ ഒരു കാര്യമാണ് ഉബൈദ് മാഷയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മുഹമ്മദ് കോയ എഴുതിയ വളരെ ദീർഘമായൊരു ലേഖനമുണ്ട്. അതിൽ ഉബൈദിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഉബൈദിൻ്റെ രാഷ്ട്രീയ ഗാനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. വളരെ CHൻ്റെ നർമ്മമധുരമായ ശൈലിയിലുള്ള എഴുത്താണിത്, ലേഖനമാണിത്. അതിൽ പറയും, ഉബൈദ് സാഹിബ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെക്കുറിച്ചെല്ലാം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പുഞ്ചിരി തൂകിടിനാന പിതാവുടനവേ സഞ്ചിതാമോദമേവം കത്തൊന്നു കുറിക്കയായി നിൻ പിറന്നാളിൽ യുക്ത പാരിതോഷികം മുതാ നൽകുക പിതാവാമൻ ശീലമായിരുന്നല്ലോ. ഇന്നു നിന്നരികിൽ ഞാനില്ലെന്നു മാഴ്കീടായിക സന്ദേശമിതെന്നുപഹാരമായി നിനച്ചാലും. പ്രപഞ്ചത്തിൽ തനിക്കേറ്റവും പ്രിയപ്പെട്ടവളെന്ന് കവി എന്നും പറയാറുണ്ടായിരുന്ന പ്രിയപുത്രി സുഹറയുടെ വിരഹവും തനിക്കു ശേഷം പ്രിയപത്നിയുടെ ഭാവി ജീവിതം എന്താകുമെന്നാലോചിച്ചുള്ള ആശങ്കകളും ആ കവിമനസ്സിനെ എന്നും വേദനിപ്പിച്ചിരുന്നു. എൻ്റെ കാലശേഷം നിന്റെ കാര്യം ആലോചിച്ചിട്ട് പക്ഷേ ബിരുദത്തിനും യോഗ്യതാപത്രങ്ങൾക്കുമുപരിയായി ഉമ്മയുടെ ഹൃദയത്തിൽ തുടികൊട്ടിയ സ്നേഹഭാവങ്ങളുടെ സംഗീതം ആസ്വദിക്കാൻ ഉപ്പയ്ക്കെന്നും കഴിഞ്ഞിരുന്നുവെന്ന് മകൾ സുഹറ സാക്ഷ്യപ്പെടുത്തുന്നു.
കണ്ണീരണിഞ്ഞിട്ട് നിൽക്കുകയാണ്. അന്ന് രാവിലെ 10 മണിക്ക് ഞാൻ മാതൃഭൂമി ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എപ്പോഴും ഇരിക്കാറുള്ള 30-ാം മൈലിലെ ആ കടയിൽ അദ്ദേഹത്തെ കാണുകയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അന്ന് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ സ്മരണക്കായി ചന്ദ്രിക ഒരു സുവനീർ ഇറക്കിയത് പുറത്തു വന്ന ദിവസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സുവനീർ ഉണ്ട്. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, 2-3 നല്ല ലേഖനങ്ങൾ ഇതിലുണ്ട്, അത് വായിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് എന്നോട് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്, വൈകുന്നേരം ഞാൻ ടൗണിൽ വരുന്നുണ്ട്, അവിടെ വരാം, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നായിരുന്നു. ആ കാര്യങ്ങൾ എന്താണ് എന്ന് ഇനി ഒരിക്കലും അറിയാനിടയില്ല, ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. നല്ല സുഖത്തോടെയല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എങ്കിലും നമുക്കിടയിൽ ഉയർന്നു വന്ന അവകാശബോധവും അവകാശവാദവും ചില സംഗതികളെക്കുറിച്ച് പറയാൻ പ്രേരിപ്പിക്കുകയാണ്. അവകാശബോധം ബോധത്തേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കരുത്. അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അധ്യാപനം ഒരു ജോലിയല്ല, ഒരു സാമൂഹ്യ സേവനം കൂടിയാണ്. എനിക്കിനിയും കൂടുതൽ എന്തെങ്കിലും ചെയ്യാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എൻ്റെ വണ്ടി വന്നു കഴിഞ്ഞു. വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ കയറുന്നു ഇറങ്ങുന്നു എന്ന് നോട്ടമില്ലല്ലോ. ഒരണം നീ വിളിക്കുന്ന നേരത്തി ഞാനുമങ്ങഹോ ദീപ്തമോഹന്തതാമിശ്രം താനോ മദ്ഗേഹമെത്തുവാ. ഈ ഗാനം ഇവിടെ അവസാനിക്കുന്നില്ല. അധമത്വത്തിൻ്റെയും യാഥാസ്ഥിതികത്വത്തിൻ്റെയും ഇരുട്ടുവീണ നടവഴികളിൽ ഈ കാൽപ്പാടുകൾ അസ്വസ്ഥതയുടെ മുറിപ്പാടുകളായി ഗാനം പഴഞ്ചനാണെന്നാകിലായിക്കൊള്ളട്ടെ, താങ്കളെൻ പാട്ടിനെന്നെ വിട്ടാലുമലട്ടാതെ. നൂതനാവേശത്തോടെ പാടട്ടെ മേലിലും ഞാൻ പൂതമാമി പഴഞ്ചൻ കീർത്തനം മരിപ്പോളം. ലോകൈക പരിഷ്കർത്ത ദീനൈക ബന്ധു വാകു മാഗുരു മുഹമ്മദിൻ ദിവ്യാപദാനമന്യേ. മറ്റേതു നേതാവിൻ്റെ കീർത്തനം പാടേണ്ടു ഞാൻ, മറ്റേതു ജേതാവിൻ്റെ മാഹാത്മ്യം പുകഴ്ത്തേണ്ടു.